നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് ടൈമായിട്ട് കേരളത്തിന്റെ ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ അമരക്കാരനായിട്ടുള്ള മുർഷിദാണ് നമ്മോടൊപ്പം ഉള്ളത്. സത്യത്തില് നമുക്ക് പറയാനുള്ളത് ചോദ്യത്തെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഒരു കോഴിക്കോട്ടുകാരൻ എന്ന രീതിയിൽ ശരിക്കും ഇതാ രോമാഞ്ചം ഉണ്ടാകുന്നത് പറയാണ്. ടി വിയിൽ കണ്ടിട്ടുള്ള ആ ഒരു വലിയൊരു ഇവന്റ് നമുക്ക് സമ്മാനിക്കാൻ പോവുകയാണ്. ഇത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാകുന്നത് 100% ഷുവറാണ്. ഇതിനെ കുറിച്ചിട്ടൊന്ന് അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ റേസിങ്ങിൽ 2006 മുതലുള്ള ആളുകളാണ്. നമ്മൾ പലപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് റേസിങ് കാണാറ് ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ പല രീതിയിലുള്ള റേസുകൾ നടന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ തലത്തിലുള്ള റേസുകൾ ഇതുവരെ നടന്നിട്ടില്ല. നമ്മൾ പലരും റേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പലരും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം റോഡിൽ മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അങ്ങനെ അപകടം സൃഷ്ടിക്കുന്ന രീതിയിൽ ഓടിക്കുന്ന ഒരു തരത്തിലാണ് റേസിംഗ് എന്നുള്ള വാക്കിനെ തന്നെ നമ്മൾ വേദി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ലോക രാജ്യങ്ങളിലുള്ള 15 രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച റൈഡേഴ്സ്, അതായത് റേസിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ പോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള റേസേഴ്സ് എന്ന് പറയുന്നത് സെലിബ്രിറ്റി ആയിട്ടുള്ള അവരുടെ ജീവിതമാർഗം അവർക്ക് സാമ്പത്തികമായി വളരെ ഉയർച്ചയിലല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫിലിം ആക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ എങ്ങനെ ബഹുമാനിക്കുന്നു, അതേപോലെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ റേസേഴ്സിന് ബഹുമാനിക്കുന്നത്. കാരണം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വളരെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പോൾ അവർ ആ ഒരു റേസിംഗ് ചരിത്രം എന്താണെന്നുള്ളതും റേസിങ്ങിന് ഉണ്ടാവുന്ന ഹാർഡ് വർക്കിംഗ് എന്താണെന്നുള്ളതൊക്കെ കാണാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടെ നമുക്കിതിലുണ്ടാവും. അതാണ് ഈ കോഴിക്കോട് തന്നെ ഈ റേസിംഗ് നമുക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. 115 രാജ്യങ്ങളിൽ നിന്നായി 40-ലധികം ഫോറിൻ റൈഡേഴ്സാണ് കേരളത്തിലേക്ക് വരുന്നത്.